കഴിച്ചേ? ഞാൻ കഴിച്ചോളാം. ആ മെഷപ്പുറത്ത് വെച്ചോ. ഞാൻ ഈ ഗെയിം ഒന്ന് കഴിയട്ടെ. കുറച്ച് കഴിഞ്ഞാലേ നിന്റെ അമ്മാമ്മ ഇവിടെ എത്തും. അമ്മാമ്മരുടെ മതി വാശി കാണിച്ചാലേ എന്നാലും ചുട്ടടി തരും കേട്ടോ. നീ എന്തിനാണ് ആ കൊച്ചിനോട് ഓരോന്നും പറഞ്ഞ് പേടിപ്പിക്കുന്നത്? നമ്മൾ അമ്മച്ചി എപ്പോഴെങ്കിലും മോളെ അടിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്തിനാ തല്ലുന്നത്? നിങ്ങൾ നമ്മുടെ വായിൽ നാട്ടു പോരെ. നല്ല ഒന്നാമതര കത്തിയല്ലേ? എടി ഈ പറയുന്ന ആളുടെ നാവ് ഒന്നാമതൊരു മോഡലാണ്. അപ്പൊ എന്റെ അമ്മയുടെ നാവ് ഒരു ചെറിയ കത്തിയിലായില്ലെങ്കിൽ ശരിയാവോ? പിന്നെ അല്ലെങ്കിൽ നേരത്തെ നിങ്ങളുടെ അമ്മയെ പറഞ്ഞിട്ടില്ലല്ലോ. അതെടി, അതല്ല വിഷയം. നമ്മുടെ കൊച്ചിനെ നോക്കാൻ വേണ്ടിട്ട് അമ്മച്ചി വരുന്നത്. ആ കാര്യം ബോധ്യമുണ്ടായിരിക്കുന്നത്. ഞാനൊന്നും പറയില്ല എന്റെ പൊന്നോ. അമ്മമ്മ വരുമ്പോ എനിക്ക് ചോക്ലേറ്റ് കൊണ്ടുവരുമോ? അമ്മമ്മ വരുമ്പോ കുറേ സാധനങ്ങൾ കൊണ്ടുവരും കേട്ടോ. നമ്മളോട് ആഹാരം കഴിക്കും, എന്നിട്ട് മൊബൈലിൽ ഗെയിംസ് കളിച്ചാൽ മതി. അതെ, നിങ്ങളുടെ പെണ്ണുകളിൽ എപ്പോഴാണ് നിങ്ങളുടെ എണ്ണുള്ളത്? എടി അവരിങ്ങോട്ട് വരും. നാത്തൂൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നീ നിൽക്കണ്ട. കേട്ടാ? ഓ, നിങ്ങളുടെ സംസാരം കേട്ടാൽ ഞാൻ എല്ലാവരോടും വഴക്കുണ്ടാക്കണാണെന്ന് തോന്നുന്നു. എടി അതില്ലേ സത്യം. കുറെ നാളായില്ലടി ഞാൻ തന്നെ കാണാൻ തുടങ്ങിയിട്ട്. ഞാൻ ക്ഷമിക്കുന്ന പോലെ മറ്റുള്ളവരെ ക്ഷമിച്ച് മിണ്ടാതിരിക്കും തോന്നുന്നത് എനിക്ക്. ഞാനായിട്ടൊന്നും പോകാനൊന്നും പോണില്ല. എന്നെ കുറച്ച് അറിയാൻ വന്നാ എടി നേരെ മറിച്ചല്ലേ സംഭവിക്കുന്നത്. അടിയിൽ ഉള്ളിൽ ഞാൻ അറിയാ എയർപോർട്ടിൽ നിന്ന് അമ്മയെ പിടിക്കാനേ ഞങ്ങളും കൂടി വരുന്നുണ്ടാവില്ല. അതൊക്കെ നന്നായി. നമ്മളെല്ലാവരും കണ്ടുകഴിഞ്ഞാൽ അമ്മച്ചിക്ക് നല്ലൊരു സന്തോഷവും. ആദ്യമായി ദുബായ് കാണുമ്പോ അമ്മയുടെ കണ്ണു തന്നു. അമ്മയുടെ മാത്രമല്ല, ദുബായ് വന്നിരുന്ന ആരുടെയും കണ്ടത് അത്ര സുന്ദരമല്ലേ നമ്മുടെ ദുബായ്. അമ്മാമ വരുമ്പോൾ മക്കൾക്ക് എന്തെല്ലാം കൊണ്ടുവരാന്നറിയോ? നിങ്ങളൊന്നും ഞാൻ ചായ എടുക്കട്ടെ. ഞാനും വരുന്ന മാത്രമേ. അറിയാ അമ്മായിക്കും മരോടും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോവല്ലോ അല്ലേ? അല്ല ആണെങ്കിലും മോനെ വെച്ചുള്ള സംസാരം ഉണ്ടല്ലോ, അമ്മയ്ക്ക് അത്ര പിടിക്കില്ല എനിക്ക് തോന്നുന്നു. എന്റെ സണ്ണി അമ്മയുടെ അടുത്ത് മര്യാദയ്ക്ക് പെരുമാറുമെന്ന് ഞാൻ ആര്യയോട് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും അമ്മച്ചിക്ക് പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ പിറ്റേത്തെ ഫ്ലൈറ്റിൽ അമ്മച്ചി തിരിച്ചു പോകും. സ്കൂളിൽ പഠിപ്പിച്ചിരുന്ന കാലത്ത് കുട്ടികളെ മാത്രമല്ല കൂടെ പഠിപ്പിച്ചിരുന്ന അധ്യാപകരെ വരെ വരച്ച വരെ നിർത്തിയിരുന്ന ആളല്ലേ നമ്മുടെ ടീച്ചർമാർ. അതിപ്പോ റിട്ടയർ ആയാലും അതിന്റെ ശബ്ദത്തിന് വലിയ കുറവൊന്നും ഉണ്ടാവില്ലേ? എന്തായാലും നമുക്ക് നോക്കാം. അമ്മച്ചി കേട്ടോ, എന്റെ പെട്ടിന്ന് കുട്ടികൾക്കുള്ള ചോക്ലേറ്റ് ഒക്കെ എടുത്ത് കൊടുക്കടാ. മക്കളെ എല്ലാം എടുത്തു തരാം കേട്ടോ. അമ്മമ്മ ഇപ്പൊ വന്ന് കയറിയതല്ലേ ഉള്ളൂ, കുറച്ച് കഴിയട്ടെ. എങ്ങനെ ഉണ്ടായിരുന്നു അമ്മ ആദ്യത്തെ വിമാനയാത്ര? ആദ്യം ഭയങ്കര പേടിയായിരുന്നു മോനെ, പിന്നെ അതങ്ങോട്ട് മാറി. രോഗിത്വം ഫാമിലി ഉണ്ടായിരുന്നോണ്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ. അത് ശരി. മക്കളെ ഒരു തമാശ കേൾക്കണം. ദുബായ് എയർപോർട്ടിൽ നിന്നപ്പോ അച്ഛന്മാരെ പോലെ കുറെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. പിന്നല്ലേ അറിഞ്ഞത് അതൊക്കെ അറബികളായിരുന്നു. പള്ളിയിലെ അച്ഛനാണെന്ന് കരുതി ഈശ്വരയ്ക്ക് സ്തുതിയാക്കിയിട്ട് എന്ന് പറഞ്ഞു അമ്മേ. അച്ഛന്മാരാണോ തമ്മിച്ച് കുമ്പസാരിക്കണമെന്ന് പറയുന്നത് നന്നായി. പൊടി പൊടി, നീ എന്നെ അങ്ങനെ കൊച്ചാക്കൊന്നും വേണ്ട. റോഡിന്റെ രണ്ട് സൈഡിലും എത്ര വലിയ ബിൽഡിങ്ങുകളല്ലേ. കാറിലിരുന്ന് നോക്കിയിട്ട് ബിൽഡിങ്ങിന്റെ മുകൾ ഭാഗം ഒന്നും കാണുന്നതേ ഇല്ല. എന്റെ അമ്മച്ചി ഇത് ദുബായ് നഗരമൊന്നു, നാട്ടിലെ പോലെ പട്ടിക്കാടൊന്നും അല്ല. അമ്മച്ചിക്ക് ഇത്ര ബോധമില്ലേ? നീ എന്നെ അത്ര കളിയാക്കൊന്നും വേണ്ട. എന്റെ മോൻ നിന്നെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നപ്പോഴല്ലേ ടെറസിട്ട വീട് തന്നെ നീ കണ്ടത്. നിന്റെ വീടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു പരിഷ്കാരി വന്നിരിക്കുന്നു. മിണ്ടാതിരിക്കടി അവിടെ. അമ്മ അവളൊരു തമാശ പറഞ്ഞല്ലേ, വിട്ടുകളാ അറിയാക്കണ്ട. തമാശ. ആനി, എന്റെ അടുത്ത് നീ വേഷം കെട്ടെടുക്കരുത്. ജോസുട്ടിയെ, നിന്റെ ഭാര്യയെ നിലയ്ക്ക് നിർത്തിക്കോ. എനിക്കിതൊന്നും തീരെ ഇഷ്ടപ്പെടുന്നില്ല. അമ്മേ അത് വിട്. അമ്മ ഞാൻ ചിറ്റലപ്പള്ളി കോളേജിനെ കണ്ടിരുന്നു. അമ്മ വരുന്ന കാര്യത്തെ കുറിച്ച് പറഞ്ഞപ്പോ അമ്മയെ കാണാൻ ഇങ്ങോട്ട് വരുമെന്നാ പറഞ്ഞത്. ഓ, ചിറ്റലപ്പള്ളി കോളേജിന് ഇവിടെ? ആ, അതെനിക്ക് അറിയില്ലായിരുന്നു. അത് നന്നായി. വാ അമ്മേ, നമുക്ക് ഫ്രഷ് ആയിട്ട് വരാം. ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് അല്ലേ?
നിങ്ങൾ ഇങ്ങനെ കുറ്റപ്പെടുത്തണ്ട, ഞാനൊന്നുമില്ല. എടി നീ ഒന്ന് അനങ്ങാണ്ട് നല്ല രീതിയിൽ പോ. ചേച്ചി ഇന്ന് പോകുന്നുണ്ടോ? ഞാൻ പോണില്ല, നമ്മളല്ലേ. അവർ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നോളൂ. മോളെ നല്ല കുട്ടികളോട് നിൽക്കണം, വഴക്കൊന്നും ഉണ്ടാക്കരുത്. മോളുടെ ഡ്രസ്സൊക്കെ ആ ബാഗിലുണ്ട്. ഇല്ല, ഞാനൊന്നിനുമില്ല. ആദ്യം മമ്മി കുറച്ച് കഴിഞ്ഞ് നിങ്ങൾ പോകും. പേടിക്കണ്ട, ഞാനൊന്നിനുമില്ല. നിങ്ങൾക്ക് ഞാനൊരു സമാധാനക്കേട് തരൂല. മക്കളെ, നിങ്ങൾ രണ്ടുപേരും സ്കൂളിൽ പോകുന്നില്ലേ? എന്തിനാ സ്കൂളിൽ പോകുന്നേ? പഠിക്കാൻ മാത്രമാ സ്കൂളിൽ പോകുന്നേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ സ്കൂളിൽ പോകുന്നത് അറിവ് നേടാൻ, നോളജ് ഇസ് പവർ എന്ന് കേട്ടിട്ടില്ലേ? നമ്മൾ അറിവ് നേടുമ്പോൾ നമുക്ക് നല്ല ജോലിയും കിട്ടും, പിന്നെ വേറെ പല കാര്യങ്ങളും നമുക്ക് നേടാൻ പറ്റും. മനസ്സിലായോ? മോനെ ജോസൂട്ടി, വാതിക്കൽ ആരോ വന്നിട്ടുണ്ടോന്ന് നോക്കിക്കേ. കൊറേ നാളെ കണ്ടിട്ട് സ്വന്തനല്ലേ? സുഖമായിട്ടിരിക്കണോ മോനെ? അമ്മ ചേർത്തിട്ട് നടക്കാനൊന്നും വയ്യ. ഞാന് ഇന്നലെ നമ്മുടെ ജീനമോളെ കണ്ടപ്പോഴേ മോള് പറഞ്ഞു ടീച്ചറമ്മ വരുന്നുണ്ട്. ടീച്ചറെ അറിയോ? പിന്നെ മറക്കാൻ പറ്റുമോ? അയ്യോ, മക്കൾക്ക് അപ്പൊ ഒന്നും വാങ്ങിക്കൊണ്ടല്ലോ, മറന്നുട്ടാ. അമ്മ വന്നപ്പോ എനിക്ക് കുറേ സമയം വിളിച്ചു. ഓ വെരി ഗുഡ്. അപ്പൂപ്പൻ ഒന്നും വേണ്ട മക്കളെ, എന്തായാലും അപ്പൂപ്പന് വേണോന്ന് ചോദിച്ചല്ലോ. മിടുക്കി കുട്ടി. ഇതാരും കോളേജിനാ? എന്തൊക്കെയുണ്ട് കോളേജ വിശേഷം? ഇതൊക്കെ തന്നെ വിശേഷം. കണ്ടില്ലേ, നടക്കാനൊന്നും വയ്യ. ഇപ്പൊ ഇങ്ങോരാണ് എന്റെ സാരഥി. എവിടെ പോകുമ്പോഴും എന്റെ കൂടെ ഇങ്ങോരുണ്ടാവും. ആളുടെ പേര് സുരേഷ്. സുരേഷ് എപ്പോഴും താമസിക്കുന്നു? ഞങ്ങള് ഒരേ ബിൽഡിങ്ങിലാണ്. യാദൃശ്യമായിട്ട് കണ്ടുമുട്ടിയ നാൾ മുതലേ ഞങ്ങള് എന്നും സുഖത്തിലും ദുഃഖത്തിലും ഒക്കെ ഒന്നിച്ച്. ആ എന്നെ പോലെ ഒറ്റപ്പെട്ട മക്കളാണ്. പക്ഷേ എന്റെ കാര്യം വെച്ച് നോക്കുമ്പോ സുരേഷ് ഭാഗ്യവാനാണ്. കാരണം സ്നേഹമുള്ളൊരു മോനും മക്കളും. കോളേജിന്റെ മരുമോള് കല്യാണം കഴിഞ്ഞു വന്ന സമയത്ത് നല്ലൊരു കാന്താരിയാന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാ, ഒതുങ്ങിയോ? ആ ഇപ്പൊ മൊത്തത്തിലൊന്ന് ഒതുങ്ങി. ഒതുങ്ങി എന്ന് പറഞ്ഞാ ദുബായ് പോലീസ് ഒതുക്കി എന്ന് പറയുന്നതാണ് ശരി. അതെന്താ സംഭവം? ദുബായ് പോലീസ്? ആ അതൊരു വലിയ കഥയാണ് ടീച്ചറുമേ. ഞാൻ ചുരുക്കി പറയാം. എന്റെ കെട്ടിയോട് പോയോട് കൂടിയിട്ട് ഞാൻ നാട്ടൊറ്റയ്ക്കായല്ലോ. അപ്പൊ എന്റെ സ്നേഹമുള്ള എന്റെ മോനും മരിയോളും കൂടി എന്നോട് പറഞ്ഞു, അപ്പച്ച എന്തിനാണ് ഈ നാട്ടൊറ്റയ്ക്ക് നിൽക്കുന്നത്? അപ്പച്ചന്റെ എല്ലാ സ്വത്തും വിറ്റ് പറയുന്നു, ഇവിടെ നമുക്ക് ഒരുമിച്ച് സന്തോഷമായിട്ട് ജീവിക്കാമോ? അത് ശരിയാണ്. നാട്ടിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്നതിനോട് നല്ലതല്ലേ ദുബായിൽ മക്കളോടെ ജീവിക്കുന്നത്? ആ ഞാൻ അങ്ങനെ തന്നെയാണ് വിചാരിച്ചത്. എന്റെ സ്വത്തെല്ലാം വിറ്റ് പറക്കി കിട്ടിയ കാശൊക്കെ ഞാൻ എന്റെ മോന്റെ പേരിൽ മേടിച്ചു കൊടുത്തു. ഇനി അവനാണല്ലോ എന്നെ നോക്കേണ്ടത്. എനിക്ക് എന്തിനാ കാശ്? അത് ഞാൻ പറയുകയാണെങ്കില് കോളേജും ചെയ്ത് ശുദ്ധ മണ്ണത്തരമായി പോയിന്നാ ഞാൻ പറയുന്നത്. ആ വിറ്റ പണം സ്വന്തം പേരിൽ ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്തതായിരുന്നു. ശരിയാണ് സുരേഷ്, എനിക്കത് പിന്നീട് മനസ്സിലായി. എന്റെ കയ്യിൽ നിന്ന് കിട്ടാനുള്ളതൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോ എന്റെ മരിയോളുടെ സ്വഭാവം ഒന്ന് മാറി. അതെന്താ പറ്റി? അതായത് കോളേജിന്റെ മോനും മരുമകൾക്കും അപ്പച്ചനിൽ നിന്ന് കിട്ടാനുള്ളതെല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോ അപ്പച്ചന് വേണ്ടതേ. പിന്നെ അപ്പച്ചൻ ഒരു ശല്യ, ഒരു ഭാരമായി, ഒരു ശക്തിയായി. മകൻ പ്രശ്നമില്ല, മകളാണ്, മരുമകളാണ് പ്രശ്നം. അത് മോനൊരു പെൺകോന്നനായതുകൊണ്ട് അല്ല പിന്നെ. അത് ഒരു ദിവസം കോളേജിന് വയറിന് സുഖമില്ലാതെ വയറ്റിന്ന് വല്ലാതെ പോയി ഇരിക്കുന്ന സോഫയിലായിരുന്നു പറഞ്ഞ അതിന് ഭയങ്കര ബലം.
അത് തുടച്ചു മാറ്റിയാ പോരെ, അതിന് ഇത്ര ബഹളം വെക്കാനുണ്ടോ? എന്തിനു പറയുന്നത്, മകൻ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴേക്കും മരുമകള് അപ്പച്ചനെ വീട്ടിൽ പുറത്തായി. ഇനി കുറച്ച് പറയും. അന്ന് രാത്രി എന്താ ചെയ്യേണ്ടെന്നൊരു പിടിയിലാണ്ട് ഞാൻ ആ റോഡ് സൈഡിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഒരു പോലീസ് വണ്ടി വന്നു. അവരെന്നോട് എല്ലാ കാര്യങ്ങളും ചോദിച്ചത്. അക്കാര്യത്തിൽ ദുബായ് പോലീസിനെ സമ്മതിക്കും. ജനങ്ങളുടെ സംരക്ഷകരാണ് ദുബായ് പോലീസ്. എന്നിട്ട് പോലീസുകാരെ എന്നെ കൊണ്ട് ഞങ്ങളുടെ ഫ്ലാറ്റിൽ അവിടെ മോനും വരുള്ള സമയത്തിന്റെ അവരോട് വയറ് നിറയെ പറഞ്ഞു കൊടുത്തു. പോലീസുകാർ പറഞ്ഞു, നിങ്ങളുടെ അപ്പനെ വഴിയിലിരിക്കുക, ഈ വയസ്സായ ഈ സുഖമില്ലാത്ത മനുഷ്യനെ ഇതുപോലെ നിങ്ങൾ പുറത്തെ കട്ടിയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരെയും ആക്കും. അത് വേണ്ടെങ്കിൽ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങിയിരുന്ന് അപ്പന്റെ കാര്യം അതോട് സമാധാനം. അത് മാത്രല്ല, പോകുമ്പോ ഒരു ഫോണും കയ്യിൽ കൊടുത്തു. പറഞ്ഞു ഇനി ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ഞങ്ങളെ ആ സ്പോട്ടിൽ ഞങ്ങൾ അറിയിക്കാനും പറഞ്ഞു. പിന്നെ അവിടുന്ന് ഇടയ്ക്കിടയ്ക്ക് പോലീസുകാരെന്നെ വിളിക്കും, ചോദിക്കും എന്തെങ്കിലും പ്രശ്നമുണ്ടോ, പ്രശ്നമുണ്ടോ പറഞ്ഞിട്ടാവുന്ന പറയും. അതോടുകൂടി സമാധാനം. എന്റെ മാതാവേ, ഇങ്ങനെയുണ്ടോ പെണ്ണുങ്ങള്? അതിനൊക്കെ എന്റെ മരുമോള് എന്ത് സ്നേഹം എന്നോട്. പൊന്നുപോലെയല്ലേ എന്നെ നോക്കുന്നത്. കോളച്ചന്റെ കഥ കിട്ടിയത് നേരെ പോലും അറിയില്ല. കുടിക്കാൻ എന്താ എടുക്കേണ്ടത്? ആദ്യമായിട്ട് വീട്ടിൽ വന്നതല്ലേ, എന്തേലൊക്കെ കഴിക്കാം. ഒരു ചായ ആയിക്കോട്ടെ. മധുരം എനിക്ക് അധികം വേണ്ട, എനിക്ക് ഷുഗറിന്റെ കംപ്ലൈന്റ് ഉണ്ട്. പിന്നെ സുരേഷിന്റെ കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് ഷുഗർ ഇട്ടോ, ഒന്നൊരു അസുഖമില്ല. ഇത് ദൈവം തന്നൊരു അനുഗ്രഹമാണ്. നമുക്ക് മനസ്സിലായില്ലല്ലോ മക്കളെ. ഞാൻ കുരിശിങ്കല് ഫ്രാൻസിസിന്റെ മോൻ ബെന്നി, ഇവരെന്റെ ഇളയപ്പന്റെ മോൻ റാഫി. ഓ, പ്രാഞ്ചിയുടെ മുൻസിയുടെ മക്കളാണല്ലേ? നിങ്ങളൊക്കെ ട്രൗസർ ഇട്ട് നടന്ന കാലത്ത് ഞാൻ കണ്ടതല്ലേ, ഓർമ്മയില്ല. ജോസഫിന്റെ മക്കളില്ലേ? ആ ജോസേട്ടന്റെ മോള് മാത്രമല്ല, ജീനയുടെ മോളും ഉണ്ട്. ആനി, മക്കളെ ഒന്ന് വിളിച്ചേ. സ്കൂൾ വെക്കേഷൻ ആണല്ലോ അല്ലേ? വാ മക്കളെ, രണ്ടുപേരും കഴിച്ചോട്ടോ. ആനിക്ക് ഒരു ജോലി കിട്ടിയിട്ടുണ്ട്. അവളുടെ മോളെ നോക്കാൻ ആള് വേണമല്ലോ. അല്ല ചേച്ചി, ജോസഫിനെ വിളി. ജോസേട്ടന് എന്റെ ഒരു ജോലിക്കാരത്തിന് വേണ്ടി പേപ്പേഴ്സ് ചെയ്യാനുണ്ടായിരുന്നു, അതിനു വേണ്ടി പോയതാണ്. നാട്ടിൽ വിളിച്ചപ്പോ അമ്മ പറഞ്ഞു ടീച്ചറും ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇന്ന് ജോസേട്ടനെ വിളിച്ച് ഈ ഫ്ലാറ്റിന്റെ ലൊക്കേഷൻ മാപ്പ് മേടിച്ചു. ടീച്ചറും സുഖമല്ലേ ഇവിടെ? അതെ, സുഖമാണ്. യാത്രയൊക്കെ യാത്ര അടിപൊളിയായിരുന്നു. നിങ്ങളുടെ കുടുംബത്തിൽ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു? എല്ലാവരും സുഖമായിരിക്കും. നിങ്ങൾക്ക് എത്ര മക്കളുണ്ട്? എനിക്കൊരു കുട്ടി, ഇവൻ ഇതുവരെ കല്യാണം കഴിച്ചു. അതെന്താടാ നീ ഇതുവരെ കല്യാണം കഴിക്കാതെ? ഇപ്പൊ തന്നെ എല്ലാം മൂന്ന് നിറച്ചല്ലോ. എന്തിനാ കല്യാണം കഴിക്കുന്നത്? എല്ലാവർക്കും അത്ഭുതമാണ്. എന്റെ വീട്ടില് എന്റെ അപ്പനും വന്ന് എല്ലാവർക്കും മുതിഞ്ഞ വഴക്കാം. ഇവനും പറയാറുണ്ട് എന്റെ വീട്ടിൽ എന്റെ കാര്യം എന്തും ശല്യം സ്വീകരിക്കണമെന്നാ പറയുന്നത് അല്ലേ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ പ്രസവ വേദന അനുഭവിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇതിനെപ്പറ്റി കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. മുടിഞ്ഞ് ഭയങ്കര വേദനയാണ്, പക്ഷെ എന്നാലും പെണ്ണുങ്ങൾ പ്രസവിക്കുന്നില്ലേ? ഒന്നല്ല, ഒന്നിൽ കൂടുതൽ. ഈ പ്രസവ വേദനയും കല്യാണവും നമുക്ക് എന്താ ബന്ധം? മോനെ, അത് തന്നെയാ ഞാൻ പറഞ്ഞു വരുന്നത്. ഒരു കുടുംബം ആവുമ്പോ വഴക്കും വക്കാണും ഒക്കെ കാണും. എങ്കിലോ വഴക്കെല്ലാം കഴിയുമ്പോ എല്ലാരും തമ്മിലൊരു സ്നേഹം കാണും. അതല്ലേ ഒരു കുടുംബ ജീവിതം. എല്ലാവരും അങ്ങനെ ആവണമെന്നില്ലല്ലോ. മോനെ, അപൂർവം ചിലരൊക്കെ അല്ലാതായിരിക്കും, പക്ഷെ എല്ലാരും അങ്ങനെ ആവണമെന്നില്ലല്ലോ. പിന്നെ കല്യാണം കഴിഞ്ഞ് നിന്നോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, സ്വന്തം ഭാര്യയുടെ കുറ്റവും കുറവുകളും മറ്റുള്ളവരോട് പറയും. മഹാനാണ് പരിപാടിയാണ്. അവരെ അമ്മയുടെ വിശേഷം തിരക്കാൻ വന്നതാ. മതി നിർത്ത്, അവർക്കെല്ലാം മനസ്സിലായിട്ടുണ്ടാവും. മനസ്സിലായാൽ അവർക്ക് കൊള്ളാം. പറഞ്ഞു തരേണ്ടത് എന്റെ ഉത്തരവാദിത്വം. അത് സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ തീരുമാനം. ചിലപ്പോ പറഞ്ഞതിൽ വാസ്തവമുണ്ട്. എനിക്ക് ശ്രദ്ധിക്കാം. ആരും ഇതുവരെ പറഞ്ഞില്ലാത്ത കാര്യമാണ് ടീച്ചർമാർ പറഞ്ഞത്. അതാണ് വളരെ സന്തോഷം. മറ്റുള്ളവരുടെ കുറ്റം കുറവും കണ്ടുപിടിക്കാൻ എല്ലാവർക്കും താല്പര്യം. എന്നാൽ നല്ലത് പറയാനോ നല്ലത് കാണാനോ ആർക്കും ഇഷ്ടമല്ല, ശ്രമിക്കാറില്ലെന്നുള്ളതാണ് സത്യം. സത്യത്തിൽ ടീച്ചറമ്മയോട് സംസാരിച്ചിട്ട് കൊതി തരുന്നത് അതാണ്. അതാണ് പിന്നീട് വിളിക്കണം. സ്റ്റാർ വിളിച്ചിട്ട് പോവാണോ? അയ്യോ, ഇപ്പൊ വേണ്ട ചേച്ചി, പിന്നീട് വിളിക്കലാവാം. നമുക്കെന്നാ ആയിക്കോട്ടെ.
ആനിക്ക് അമ്മച്ചിയോട് എന്തോ സംസാരിക്കണം. എന്താ ആനി, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് നേരിട്ട് പറഞ്ഞൂടെ? ആരുടെയെങ്കിലും അനുഭവം വേണം നിനക്ക്? അതല്ല അമ്മച്ചി, ഞാൻ പലപ്പോഴും അമ്മച്ചിയോട് വളരെ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട്. അമ്മച്ചി ആരോടും എന്നെ കുറിച്ച് മോശമായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. ഇന്ന് പുറത്തുനിന്ന് വന്നവരോട് പോലും അമ്മച്ചി വളരെ നന്നായിട്ട് എന്നെ പ്രസന്റ് ചെയ്തത്. ചുരുക്കി പറഞ്ഞാൽ ആനിക്ക് കുറ്റബോധമുണ്ട്. അമ്മച്ചിയോട് ക്ഷമ ചോദിക്കുന്നതാണ്. എന്റെ മോളെ, നീ ഇന്ന് വന്ന് എന്റെ അടുത്ത് വന്നിരിക്കും. മോളെ, എനിക്ക് നിന്നോട് ഒരു ദേഷ്യവും ഇല്ല. അതൊക്കെ എന്റെ ഒരു പ്രകടനമല്ലേ, നിന്റെ കൊണ്ട് തോറ്റു പോകാതിരിക്കാനുള്ളത്. നീ എന്റെ ജോസ്കുട്ടിയുടെ ഭാര്യയല്ലേ, എനിക്ക് നിന്നോട് സ്നേഹം മാത്രമേ ഉള്ളൂ എന്റെ മോളെ. അമ്മച്ചി എന്നോട് ക്ഷമിക്കണം. ഇനി ഞാൻ അമ്മച്ചിയുടെ നല്ല മോളായിരിക്കും. എന്റെ പൊന്നു മോളെ, കരയാതെ സമാധാനമായിട്ടിരിക്കും. സത്യത്തിൽ ഇപ്പോഴാണ് നമ്മുടെ വീട് ഒരു സ്വന്തമായത് അല്ലേ അമ്മച്ചി? അതെ, അമ്മ നീ സ്വർഗം വെച്ചെന്താണ്? സ്വർഗം എന്ന് വെച്ചാൽ മോളെ സ്നേഹവും സന്തോഷവും സമാധാനവും ഒക്കെയുള്ള സ്ഥലമാണ് സ്വർഗം എന്ന് പറയുന്നത്. ഇന്ന് ഈ വീട്ടില് സ്നേഹം, സന്തോഷം, സമാധാനം എല്ലാം ഉണ്ട്. അപ്പൊ സത്യം നമ്മുടെ വീടാണല്ലേ സ്വർഗം? അതേ മക്കളെ, ഈ വീടാണ് സ്വർഗം. സ്വന്തം വീടിനെക്കാട്ടിലും വലിയൊരു സ്വർഗം ഇല്ല. മനസ്സിലായോ?